ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതെന്നല്ലേ? ഇവർക്ക് നാളെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി എക്സാം കിട്ടും. ആക്ച്വലായിട്ട് പറഞ്ഞാൽ ഇവരെൻ്റെ ജൂനിയേഴ്സ് ആണ്. ഇവരിപ്പോൾ ഫസ്റ്റ് ഇയറിലെ ലാസ്റ്റ് സെമസ്റ്റർ എക്സാം ആയിട്ട് എഴുതാൻ പോകുന്നു. ഇവരെൻ്റെ ജൂനിയേഴ്സ് ആണെങ്കിലും എനിക്ക് ഇവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ്. ഞാനിപ്പോൾ ഫൈനൽ ഇയർ ആയതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഏകദേശം ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തതാണല്ലോ. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ ഡിസ്കഷനൊക്കെ ശേഷം ഞങ്ങൾക്ക് നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നേ. എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ ചേർന്ന് ഇന്ന് വെളിയിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങൾ എപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിലെല്ലാം അവസാനം ചെന്നെത്തപ്പെടുന്നത് ഈ സാധനത്തിനാണ്. ഇത് ഇവിടുത്തെ ചിക്കൻ റൈസ് ആട്ടോ. എന്നാൽ പിന്നെ ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നതാണ്. ഞങ്ങളുടെ ഐശ്വര്യം പോലെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നെ. അങ്ങനെ കറണ്ടൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇത് ഗാഥ കേട്ടോ, അവൾക്ക് കൺജക്റ്റിവൈറ്റിസ് ആട്ടോ, അതാണ് ആ കണ്ണാടിയൊക്കെ വെച്ച് നടക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബാക്കി ടോപ്പിക്സ് കവർ ചെയ്തോളാം എന്ന് പറഞ്ഞവരൊക്കെ പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടോ കാണുന്നത്. അങ്ങനെ ചിരിച്ചും വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് കേട്ടോ അറ്റൻഡൻസ് എടുക്കുന്ന കാര്യമേ ഓർത്തത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഡെയിലി 9 മണിക്ക് ഫോൺ സബ്മിഷനും അതുപോലെ തന്നെ അറ്റൻഡൻസും ഉണ്ട്. പിന്നെ നമുക്ക് ആകെ കൂടെ ഫോൺ കിട്ടുന്നത് സാറ്റർഡേ ഈവനിങ് മാത്രം കേട്ടോ. സോ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അതിനും കൂടെ സന്തോഷം ഞങ്ങൾക്ക് നല്ല രീതിക്കുണ്ട് കേട്ടോ. അപ്പം അത്രയല്ലേ.